കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും. ലൈംഗിക അധിക്ഷേപ കേസിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ വാഹനം ഇപ്പോൾ എത്തുന്നു കാക്കനാട് ജില്ലാ ജയിലിലേക്ക്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ദാ വരുന്നു ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം. ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന പൈലറ്റ് വാഹനങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ പിന്നാലെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതായത് ജനറൽ ആശുപത്രിയിൽ നിന്നിറങ്ങിയ 3 വാഹനങ്ങൾ, അതിൽ 2 വാഹനങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അടുത്തതായി പിന്നാലെ വരുന്ന വാഹനം അത് ബോബി ചെമ്മണ്ണൂരുമായി വരുന്ന വാഹനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറായിരിക്കുന്നു അവിടെ നിന്ന്. അരമണിക്കൂർ എത്തിയിരിക്കുന്നു. വാഹനം എത്തിയിട്ടുണ്ട്. ഉന്മേഷ്, തൊട്ടു പിന്നാലെ തന്നെ വാഹനം ഉണ്ടായിരുന്നു. അതായത് എത്തിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ എടുത്തുകൊണ്ടുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ്. അല്പസമയത്തിനുള്ളിൽ അതിവേഗം തന്നെ ഈ ജില്ലാ ജയിലിലേക്ക് കയറ്റാനാകും ശ്രമിക്കുക. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇതിനോട് അകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധ വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസായതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുക, അതായത് പുറത്തൊരു കാലതാമസത്തിന് ഇടവരുത്താതെ അതിവേഗം പുറത്തേക്ക് ജയിലിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. നേരെ ബോബി ചെമ്മണ്ണൂർ ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് വാഹനത്തിന്റെ ഡോർ തുറന്നാൽ നേരെ ജയിലിനുള്ളിലേക്ക് കയറാൻ കഴിയുന്ന തരത്തിലാണ് വാഹനം നിർത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്രത്തോളം പ്ലാൻഡായി തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഡയറക്റ്റ് നേരെ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങി ജയിലിനുള്ളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. അത് പോലീസിന്റെ വലിയ സുരക്ഷയോടുകൂടി വാതിൽ തുറന്ന് നേരെ അകത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് പോലീസ്. എന്തായാലും പ്രഷർ ഡൗൺ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. കാല് പൊട്ടിയിട്ടുണ്ട്. അതായത് ഇത് വേണ്ട, പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാൻ. അല്ല, ഇത് വേണ്ടായിരുന്നു തോന്നുന്നു. വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ ജയിലിലേക്ക് പോകുന്നു. അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ചെയ്തിട്ടില്ല. ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ബാക്കി കോടതി ജയിലിലേക്ക് പോവുകയാണ്. കാക്കനാട് ജില്ലാ ജയിലിൽ അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, അങ്ങനെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ. അശ്വിൻ, പരിഹരിക്കപ്പെട്ടു. റിമാൻഡിലായിരുന്നു മാത്രമേ ഉള്ളൂ. ജാമ്യം നിഷേധിച്ചതേ ഉള്ളൂ. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാക്കനാട് ജില്ലാ ജയിലിന് മുൻപിൽ നിന്നും. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ജില്ലാ ജയിലിൽ അടച്ചിരിക്കുന്നു. കോടതിയും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയില്ല. ജാമ്യാപേക്ഷ അത് പരിഗണിച്ച് കോടതി ജാമ്യം നൽകിയില്ല, മറിച്ച് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജയിലിലേക്ക് എത്തിക്കുന്ന വേളയിൽ പ്രതികരിച്ചിരുന്നു. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തില്ലേ, ഇപ്പോൾ ഇക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കോടതി ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുചോദ്യം. അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, അങ്ങനെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ വിവരങ്ങൾ. അശ്വിൻ, എന്തായാലും ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ചെറിയ രീതിയിലാണ് അദ്ദേഹത്തിന് സംസാരിക്കാനായത്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അധികം സംസാരിക്കാനാവുന്നില്ല. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, രക്തസമ്മർദ്ദം താന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കിട്ടിയ അല്പസമയത്തിനുള്ളിൽ വ്യക്തമാക്കിയത്. പിന്നീട് വിശദമായി കാണാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെ പറയാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും തയ്യാറാകുന്നില്ല. പിന്നീട് വിശദമായി തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബോബി ജയിലിനുള്ളിലേക്ക് പോകുന്നത്. അതായത് ഇനിയിപ്പോൾ നാളെ ജില്ലാ കോടതിയിലേക്ക് മേൽക്കോടതികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ നീങ്ങുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ജാമ്യമൊക്കെ ലഭിച്ചാൽ നാളെ തന്നെ തിരിച്ചിറങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് മേൽക്കോടതികളിൽ നിന്ന് തിരിച്ചടിയാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത 14 ദിവസം ബോബി ചെമ്മണ്ണൂരിന് കഴിയേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ജില്ലാ ജയിലാണ്. നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ സന്തോഷവാനായി കൈ ഉയർത്തി ആളുകളെ അഭിവാദ്യം ചെയ്ത് തംസപ്പ് അടിച്ചു പോയ വ്യക്തിയാണ്. ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ട്, പ്രഷർ താന്നു, സംസാരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ്
വളരെ അവശനായി തിരികെ ഈ ജയിലിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നടപടികൾ നടക്കുന്നതിന്റെ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ച് രേഖകളടക്കം നൽകി റിമാൻഡിന്റേതായ രേഖകളടക്കം നൽകി അകത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാഹിൻ ജാഫർ പകർത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഇദ്ദേഹം ആ ജയിലിന് അകത്തേക്ക് അദ്ദേഹത്തിനായി അനുവദിച്ചിരിക്കുന്ന സെല്ലിലേക്ക് പോകും. അതിന് മുന്നോടിയായുള്ള പേപ്പർ വർക്ക്സുകൾ ചിലതുണ്ട്, അതാണ് പൂർത്തീകരിക്കുന്നത്. നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടമായിരിക്കും ഒരുപക്ഷെ ഇവിടെ നടക്കുന്നത്. മറ്റ് പേപ്പറുകൾ ഇവിടെ എത്തിക്കുക, അത് സൈൻ ചെയ്ത് ജയിൽ വാർഡനുമായി ബന്ധപ്പെട്ടുള്ള അവസാന നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത് സൈൻ ചെയ്ത് നൽകുക എന്നുള്ളത് മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വലിയ നടപടിക്രമങ്ങളൊന്നും ഇവിടെയില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരും. ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു, ഇന്നിപ്പോൾ ഇത് എറണാകുളം ജില്ലാ ജയിലിൽ കിടക്കുന്നു. എന്തായാലും അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രത്തോളം പബ്ലിക്കായ ഒരു വേദിയിൽ, ഒരു പൊതുവേദിയിൽ പറയുന്നതിനേക്കാൾ 100 ഇരട്ടി ആളുകളിലേക്കാണ് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള ദ്വയാർത്ഥ പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരാൾ അപമാനിക്കപ്പെടുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെയാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. എന്തായാലും അത് തെറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ശരി അശ്വിൻ. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിൽ അടച്ചിരിക്കുന്നു. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.